ഹായ് വെൽക്കം ടു എൻട്രിയ. നിങ്ങളെല്ലാവരും നമ്മുടെ വരാനിരിക്കുന്ന IBPS RRB എക്സാംസിന്റെ പ്രിപ്പറേഷനിലായിരിക്കും. നമുക്ക് നമ്മുടെ IBPS RRB PO റീജിയണൽ റൂറൽ ബാങ്ക് എക്സാംസിന്റെ PO എക്സാം ഈ മാസം അവസാനത്തോടും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്ലർക്കിന്റെ എക്സാംസ് അടുത്ത മാസം ഒരു തുടക്കം മിഡോടെ ആണ് നമുക്ക് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷനിൽ ആയിരിക്കും എല്ലാവരും ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഈ വരാനിരിക്കുന്ന എക്സാംസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ഏതൊക്കെയാണ്, എസ്പെഷ്യലി ഇപ്പോൾ IBPS RRB PO ആണ് ആദ്യം നടക്കാൻ പോകുന്നത്. സോ അതിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എന്താ പറയുക ക്രാക്ക് ചെയ്യാം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, നമ്മൾ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് നമുക്ക് എങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്താൽ നമുക്ക് ഈ വരുന്ന എക്സാംസിലെ മാക്സിമം സ്കോർ നേടാം, നമുക്ക് എങ്ങനെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാം പ്രിലിംസ് എക്സാമിന്റെ എന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു IBPS RRB എക്സാം, എസ്പെഷ്യലി നമ്മുടെ IBPS RRB PO ആദ്യം നടക്കാൻ പോകുന്ന ആ ഒരു എക്സാമിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി, എക്സാമിൽ ചെന്നിട്ട് ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, ലൈക്ക് 80 ഔട്ട് ഓഫ് 80 എന്ന റാങ്കിലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എത്രത്തോളം നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നതിന് പകരം എത്രത്തോളം നമുക്ക് എഴുതണം, എങ്ങനെ ടാർഗറ്റ് ചെയ്യാം, നമുക്ക് ആ ഒരു സ്കോർ എത്ര ടാർഗറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന IBPS RRB ആ ഒരു PO എക്സാമിന് ചെല്ലുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സ്കോറിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമല്ല, അല്ലാതെ 80 ഔട്ട് ഓഫ് 80 എന്നുള്ളത് മാറ്റിവെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സ്കോർ, ആ ഒരു സ്കോറിലേക്ക് എത്തിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ എങ്ങനെ ഫോക്കസ് ചെയ്യാം എന്നുള്ളതും ആൻഡ് ആ സ്കോർ എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാം എന്നുള്ളതും നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് മനസ്സിലാക്കാം. സോ വൺസ് അഗൈൻ എല്ലാവരും വെൽക്കം ചെയ്യുന്നു ഈ ഒരു സെഷനിലേക്ക്. അപ്പോൾ നമ്മുടെ IBPS RRB PO എക്സാംസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു എക്സാമിന്റെ പാറ്റേൺ ഒക്കെ നമുക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം. ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് റീസണിങ്ങും നമുക്ക് ന്യൂമറിക്കൽ എബിലിറ്റി മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇംഗ്ലീഷ് നമുക്ക് പ്രിലിംസ് എക്സാമിന് വരുന്നില്ല. ക്വസ്റ്റിന്റെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാലും സാധാരണ എക്സാം പോലെ 100 ക്വസ്റ്റൻ അല്ല, നമുക്കിവിടെ 40 വെച്ച് 80 ക്വസ്റ്റൻ ആണ് വരുന്നത്. 80 ക്വസ്റ്റൻസ് 80 മാർക്ക് എന്ന റാങ്കിലാണ് നമുക്കത് വരുന്നത്. ആൻഡ് നമുക്ക് നേരത്തെ സെക്ഷണൽ ടൈമിംഗ് ഇല്ലായിരുന്നു, പക്ഷെ നമ്മുടെ കഴിഞ്ഞ ഒരു വട്ടം തൊട്ട് സെക്ഷണൽ ടൈമിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്തു. ഇപ്പൊ നമുക്കവിടെ ഒരു സെക്ഷണൽ ടൈമിംഗ് കൂടിയുണ്ട്. സോ അതിലേക്ക് വരുമ്പോൾ നമ്മൾ റീസണിങ് എഴുതാൻ നമുക്ക് 25 മിനിറ്റ് സമയം കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി എഴുതാൻ വേണ്ടി നമുക്ക് വെറും 20 മിനിറ്റേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു ഈക്വൽ ടൈം ഡിവിഷൻ അല്ല അവിടെ കൊടുത്തേക്കുന്നത്. റീസണിങ്ങിന് ടൈമിന്റെ വെയിറ്റേജ് കുറച്ചുകൂടി കൂടുതലാണ്, ടൈം കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മാത്സിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ അത്ര ഒരു ടൈം കിട്ടുന്നില്ല. പക്ഷെ ഓവറോൾ നമുക്ക് വരുന്ന ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എക്സാമിന് ചെല്ലുന്ന സമയത്ത് നമ്മൾ ഈ 80 എന്ന റാങ്കുകളിലേക്ക് ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്, ആൻഡ് നമ്മൾ ചെന്നിട്ട് 80 ഔട്ട് ഓഫ് 80 എന്നുള്ള സ്ട്രെസ് ചെയ്യുന്നതിന് പകരം വളരെ സ്മാർട്ടായിട്ട് നമുക്ക് എത്രത്തോളം ഒന്ന് സ്കോർ ചെയ്താൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും, ആൻഡ് അത്രയും നമ്മൾ എന്താ പറയുക വളരെ ഫോക്കസ് ചെയ്ത് തെറ്റിക്കാതെ കെയർലെസ് ആവാതെ നമുക്ക് നല്ലപോലെ എഴുതുന്ന രീതിയിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ പ്രീവിയസ് ഇയർ എക്സാംസ് എങ്ങനെയാണ് നടന്നത്, അതിന്റെ ഒരു എക്സാമിന്റെ അനലൈസിസ് എങ്ങനെയായിരുന്നു, ലൈക്ക് അന്ന് ആ ഒരു എക്സാം എഴുതാൻ പോയവരുടെ ഒരു അറ്റംപ്റ്റ് എങ്ങനെയായിരുന്നു, ആവറേജ് അറ്റംപ്റ്റ് എങ്ങനെയായിരുന്നു, ആൻഡ് നമ്മുടെ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ കട്ട് ഓഫ് കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും ഏകദേശം നമ്മുടെ കട്ട് ഓഫ് എവിടെ വരെ പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് നമുക്ക് ഒരു കഴിഞ്ഞ വട്ടമൊക്കെ യൂഷ്വലി എല്ലാവരും ചെയ്തൊരു അറ്റംപ്റ്റ് എങ്ങനെയായിരുന്നു, കട്ട് ഓഫ് എത്ര ആയിരുന്നു, അത് കൂടി വെച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എക്സാമിന് ചെല്ലുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു ടാർഗറ്റ് എത്ര ആയിരിക്കണം, ആൻഡ് അത്രയും ടാർഗറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സ്ട്രെസ് ചെയ്ത് അതിനെ 80ലേക്ക് പുഷ് ചെയ്യുന്നതിന് പകരം നമുക്ക് കിട്ടുന്ന പിന്നെ ഓരോ മാർക്കും ഒരു ബോണസ് ആണ്, നമുക്കത് സ്കോർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാം എന്നൊരു ആംഗിളിൽ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മുമ്പിലോട്ടുള്ള ക്വസ്റ്റൻസിന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു പ്രിലിംസ് എക്സാമിന്റെ കട്ട് ഓഫ് ഏകദേശം എത്ര വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കഴിഞ്ഞ ഒരു 4 വർഷത്തെ കട്ട് ഓഫ്സ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 2021 തൊട്ട് 2024 വരെയുള്ള കട്ട് ഓഫ് ഉണ്ട്. പിന്നെ ഒരുപാട് പേരും കേരളം കൂടാതെ ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ എഴുതുന്നവരും കാണും, അപ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് എഴുതുന്നവരും കാണും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി കൂടി ഞാൻ ആ ഒരു തമിഴ്നാട് ആൻഡ് കർണാടകയുടെ നമുക്ക് ഉള്ള കട്ട് ഓഫ് കൂടി ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന കട്ട് ഓഫ് എല്ലാം തന്നെ അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് കൂടിയാണ് കാണുന്നത് എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ കേരള സ്റ്റേറ്റ് എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബിക്കോസ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ആ ഒരു എക്സാമിന്റെ അനലൈസിസ് കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ക്ലിയർ ഐഡിയ കിട്ടും ഈ
എന്താ പറയാ, ഒരു എക്സാമിൽ ചെന്നിട്ട് അവരുടെ ഒരു അറ്റംപ്റ്റ് എങ്ങനെയായിരുന്നു ആൻഡ് കട്ട് ഓഫ് എങ്ങനെ വന്നതെന്ന് കൂടി നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ഐഡിയ കിട്ടും. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വട്ടത്തിൽ നമ്മുടെ IBPS POയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 53 ആയിരുന്നു നമുക്ക് വന്നിരുന്നത്. ഇനി കഴിഞ്ഞ 4 വർഷം നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ 2023 അത് 48.75 ആയിരുന്നു, 2022 അത് 58.25 ആയിരുന്നു, ആൻഡ് 2021 അത് 57.75 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ കട്ട് ഓഫ്, ഇപ്പോൾ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നമ്മൾ എന്തായാലും മൈൻഡിൽ വെച്ചേക്കുക 53 എന്നുള്ള നമ്പർ. ബട്ട് അതർവൈസ് നമ്മുടെ ഒരു ലാസ്റ്റ് 4 ഇയേഴ്സ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു കട്ട് ഓഫ് എവിടാണ് വന്നത് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ നമ്പർ ആണ് നമുക്ക് വേണ്ടത് 58.25. അപ്പോൾ 58.25 ആണെങ്കിൽ നമുക്ക് കഴിഞ്ഞ 4 വർഷത്തെ ആ ഒരു നമ്പേഴ്സ് കൂടി നോക്കിയിട്ട് പിന്നെ നമുക്കറിയാം ഈ വർഷം നമുക്ക് വേക്കൻസി എന്തായാലും കുറച്ച് കൂടുതലുണ്ട് കമ്പയർ ടു ലാസ്റ്റ് ഇയർ ഒക്കെ നമുക്ക് വേക്കൻസി ആയിട്ടും കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 53 എന്ന റാങ്കിൽ പോകുന്നതിന് പകരം നമ്മുടെ കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും വലിയൊരു കട്ട് ഓഫ്, ബിക്കോസ് അവിടെ അത്രയും വലിയൊരു കട്ട് ഓഫ് വരുന്നുണ്ടെങ്കിൽ അതിന് റീസൺ എന്തായിരിക്കും, ആ വർഷം കാൻഡിഡേറ്റ്സ് കുറച്ചുകൂടി കൂടുതലുണ്ടായിരിക്കും, സോ കോമ്പറ്റീഷൻ അതേപോലെ എന്താ പറയുക കൂടുതലുണ്ടായിരുന്നായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഫാക്ടേഴ്സ് കൂടി നമുക്ക് അവിടെ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ സ്കോർ പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് എവിടെ വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് 4 വർഷത്തിലെ ഏറ്റവും വലിയ ഒരു നമ്പർ എന്ന് പറയുന്നത് 58.25. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിനൊന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് ആ ഒരു എക്സാമിന്റെ ഒരു അറ്റംപ്റ്റ് എന്ന റാങ്കിലേക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്രയെന്ന് കീപ്പ് ചെയ്യാം, 60. നമുക്ക് ആ ഒരു 58.25നെ നമുക്കൊരു 59 എടുക്കുന്ന പകരം 60 എന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമിൽ ചെന്ന് നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു 80 എന്നൊരു ആംഗിൾ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എത്തിക്കേണ്ട ഒരു നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 60 ആണ്. അപ്പൊ ആ 60 എന്നുള്ള ആ നമ്പർ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ 80 വേണ്ട 60 മതി. ഓക്കെ ആ ഒരു നമുക്ക് കിട്ടുന്ന 20-25 മിനിറ്റിൽ നമുക്കൊരു 30 ക്വസ്റ്റ്യൻ വെച്ച് രണ്ടിലും എത്തിക്കാൻ പറ്റിയാൽ പോലും നമുക്ക് 60 കിട്ടും എന്നൊരു രീതിയിലേക്ക് നമുക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ 60 മാത്രമേ എഴുതാവൂ എന്നല്ല നമ്മൾ പറയുന്നത്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഒരു രീതി എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 60 എന്തായാലും എത്തിക്കണം എന്നുള്ളത്, അത് വളരെ സേഫ് ആയിട്ട് കെയർലെസ് ആയിട്ട് നമ്മൾ ചെയ്ത് തെറ്റിക്കാതെ 100% ഉറപ്പിൽ നമുക്ക് 60 എന്തായാലും കിട്ടും. ഞാൻ 60 എണ്ണം എന്തായാലും എഴുതിയിട്ടുണ്ട്, 60 എണ്ണവും ശരിയാണ്, ഈ 60 എണ്ണം എനിക്ക് എന്തായാലും കിട്ടും എന്നൊരു ലെവലിലേക്ക് റീച്ച് ചെയ്യണം. വൺസ് ആ ഒരു ലെവലിലേക്ക് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള എക്സ്ട്രാ ടൈമിൽ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. പക്ഷെ അത് ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് ചെയ്യുന്നതിന് പകരം അതിനെ 80ൽ എത്തിക്കണം അല്ലെങ്കിൽ 40ൽ എത്തിക്കണം, നമ്മുടെ ഓരോ സെക്ഷനിൽ 40ൽ എത്തിക്കണം, ഓവറോൾ 80ൽ എത്തിക്കണം എന്നൊരു സ്ട്രെസ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ 60 ചെയ്തതിന് ശേഷം പിന്നെ അതിന്റെ കൂടെ എന്ത് ചെയ്യാൻ നോക്കുക, ഒരു 5 തൊട്ട് 8 ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ വളരെ സമാധാനമായിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. സോ ദാറ്റ് നമ്മുടെ സ്കോർ ഒന്ന് കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി മാത്രം. നമുക്ക് ഈ 60 കിട്ടുമ്പോൾ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആയിരിക്കും, നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ കട്ട് ഓഫ് എന്തായാലും നമ്മൾ ക്ലിയർ ചെയ്യും. കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും വലിയ കട്ട് ഓഫിനേക്കാളും കൂടുതലും മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഈ കട്ട് ഓഫ് നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്യും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് അവിടെ നിന്ന് വരും. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം ചെയ്യുന്നതിന് പകരം ഏറ്റവും എളുപ്പമുള്ളത് നോക്കി ഒരു 5 തൊട്ട് 8 എണ്ണം കൂടി നമ്മൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്കോറിനെ ഏറ്റവും നല്ലപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് ചെയ്യുന്നതിന് പകരം വളരെ സമാധാനമായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസിനെ പിക്ക് ചെയ്യാനായാലും നമുക്ക് ഇപ്പം എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണമല്ലോ എന്നൊരു ആംഗിളിൽ നമ്മൾ 1 by 1 ചെയ്യുന്നതിന് പകരം ഇനി ബാക്കിയുള്ള ക്വസ്റ്റിൽ ഏതാണ് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, അതിൽ നിന്ന് എനിക്ക് ഇനി ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 20 എന്ന് പറയുമ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡിൽ നിന്ന് നമ്മുടെ 10ഉം റീസണിംഗിൽ നിന്ന് 10ഉം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 10 എണ്ണത്തിൽ നിന്ന് നമുക്കൊരു 3 തൊട്ട് 5 എണ്ണം ചെയ്യണം എന്നൊരു ആംഗിളിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ അറ്റംപ്റ്റ് എനി 3 അല്ലെങ്കിൽ അറ്റംപ്റ്റ് എനി 5. അപ്പോൾ ഇവിടുത്തെ ഒരു ആംഗിൾ വരുമ്പോൾ നമുക്കൊരു 30 എണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 10 എണ്ണം ഉണ്ടെങ്കിൽ ആ 10 എണ്ണത്തിൽ നമ്മൾ ആ 10 എണ്ണം ചെയ്യണം. അയ്യോ ഇനി 10 എണ്ണം ഉണ്ട് എന്ന് ആലോചിക്കുന്നതിന് പകരം നമുക്ക് എന്തായിരിക്കും, ഔട്ട് ഓഫ് 10 അറ്റംപ്റ്റ് എനി 3 to 5 ആ ഒരു നമുക്ക് ഇത് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ 10 എണ്ണത്തിൽ 50% പോലും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3 to 5 അല്ലെങ്കിൽ ഒരു 4 to 5 എന്നൊരു അറ്റംപ്റ്റ് ഇത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ 40 തൊട്ട് 50% വരെ എത്തിക്കുന്ന രീതി മാത്രം മതി. അപ്പം ആ 10 നിങ്ങൾക്കൊരു 10 ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് എനി 4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിലാക്സേഷൻ നിങ്ങൾ ആലോചിക്കുക. പണ്ട് സ്കൂളിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് അവിടെ 5 എണ്ണം തന്നതായ അറ്റംപ്റ്റ് എനി 4 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ ഒരെണ്ണം വിടാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ 10 ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ട്, ആ 10 എണ്ണത്തിൽ അറ്റംപ്റ്റ് എനി 4 എന്നൊരു ആംഗിളിൽ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമുക്ക് ആ 10 എണ്ണത്തിൽ നല്ലപോലെ അറിയാവുന്ന ഒരു 4 എണ്ണം എഴുതിയാൽ മതി. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാനും അത് വളരെ കോൺഫിഡന്റ് ആയിട്ടും വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അയ്യോ 10 എണ്ണം ഇനി ഉണ്ടല്ലോ എന്നൊരു സ്ട്രെസ് മാറ്റി വെച്ച് ഞാൻ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള എഴുതി കഴിഞ്ഞു, ഇനി എനിക്ക് എക്സ്ട്രാ ഒരു 4-5 എണ്ണം കൂടി മാത്രം എഴുതണം, ജസ്റ്റ് ആ സ്കോർ ഒന്ന് കൂട്ടാൻ വേണ്ടി, ഒരു നല്ല സ്കോറിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നൊരു ആംഗിൾ മാത്രം കീപ്പ് ചെയ്യണം. അത് കഴിഞ്ഞും സമയമുണ്ടോ നിങ്ങൾ ബാക്കി എഴുതിക്കൂ, പക്ഷെ അത് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് വളരെ സമാധാനത്തോടെ എഴുതിക്കൂ.
മനസ്സിലായില്ലേ? ഈ ആ ഒരു കട്ട് ഓഫ് ഇൻക്ലൂഡ് ചെയ്തതിന്റെ മെയിൻ റീസൺ അതാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ആ ഒരു 100 ഔട്ട് ഓഫ് 100 എന്നൊരു ആംഗിളിലേക്ക് പുഷ് ചെയ്യാനാണ് എപ്പോഴും എല്ലാവരും നോക്കുന്നത്. പക്ഷെ 100 ഔട്ട് ഓഫ് 100ന് വേണ്ടി പുഷ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്, ആ സ്ട്രെസ് കാരണം പലർക്കും എക്സാം പ്രോപ്പർലി എഴുതാൻ പറ്റാത്തത്, പലരും എഴുതി തുടങ്ങുമ്പോൾ നല്ലപോലെ എഴുതി തുടങ്ങിയാലും കുറച്ച് ചില ക്വസ്റ്റ്യൻസ് എങ്കിലും ആദ്യം കുറച്ച് എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് ക്വസ്റ്റ്യന് കുറച്ച് അധികം സമയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അയ്യോ നമുക്കത് പറ്റത്തില്ല, ഇനി കുറച്ച് സമയമുള്ളൂ, ഇനി ഒരുപാട് എഴുതാറുണ്ട് എന്നൊക്കെയുള്ള സ്ട്രെസ് വന്ന് നമുക്ക് ആ ഒരു അയ്യോ ഇനി 40 എണ്ണം എഴുതാം, ഇനി നമ്മൾ ചിലപ്പോൾ 10 എണ്ണം ആയിരിക്കും എഴുതി, ഇനി 30 എണ്ണം ഉണ്ട് എന്നൊരു സ്ട്രെസ്സിൽ നമ്മളത് ഒരുപാട് സ്പീഡിൽ ചെയ്യാനും കെയർലെസ് ആയിട്ട് ചെയ്യാനും തെറ്റാനും നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് ഓപ്ഷനിൽ ഇല്ലാത്തൊരു അവസ്ഥ വരാനും അങ്ങനെയുള്ള പല സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകും. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യുക, 40-ൽ 30 എണ്ണം നല്ലപോലെ അറിയാവുന്ന ഒരു 30 എണ്ണം ആദ്യമേ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്കത് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആയാലും റീസണിങ് ആയാലും അപ്പൊ നമുക്ക് ആ 30 60ലേക്ക് എത്തിക്കാൻ പറ്റും. ബാക്കി പിന്നെ 10 ദിവസം കൂടി കാണും. ആ 10 ദിവസത്തിൽ നിങ്ങളുടെ സമയം അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ അറ്റംപ്റ്റ് അതിന് 3 to 5 എന്നൊരു ആംഗിൾ കീപ്പ് ചെയ്യുക. നിങ്ങൾ അതിനുശേഷം ബാക്കിയുള്ള 10 ദിവസത്തിൽ നിങ്ങൾ മാത്സിന് ഒരു 3 ദിവസത്തിനും റീസണിംഗ് ഒരു 3 ദിവസത്തിന് അറ്റംപ്റ്റ് ചെയ്താൽ പോലും നിങ്ങളുടെ ആ സ്കോർ എവിടെ വരെ എത്തും, 66ലേക്ക് പോകും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ഓഫ് ഒരിക്കലും 60 ക്രോസ് ചെയ്തിട്ടില്ല കഴിഞ്ഞ ഒരു 4-5 വർഷത്തിന്റെ ഇടയ്ക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 60 സ്കോർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു സേഫ് സോണിൽ എത്തി. അതിനുശേഷം പിന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാം ബോണസ് ആണ്. നിങ്ങളിപ്പോൾ 80 ഔട്ട് ഓഫ് 80 വാങ്ങിച്ചാലും 80-ൽ 60 വാങ്ങിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യും, കട്ട് ഓഫ് ക്ലിയർ ആവും. ആൻഡ് ഈ മാർക്ക് മുമ്പിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സിൽ എടുക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. നമുക്ക് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നൊരു ടാർഗറ്റ് നമ്മുടെ മൈൻഡിൽ വെക്കുക. അതിനുവേണ്ടി നമുക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു പ്രീവിയസ് കട്ട് ഓഫിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് തമിഴ്നാട് ആൻഡ് കർണാടക വരുന്ന കേസുകളിൽ നിങ്ങൾ ഇതേ അറ്റംപ്റ്റ് തന്നെ ഫോളോ ചെയ്യുക. അവിടുത്തെ ഇപ്പോൾ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട് കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ 50.75 ഒരു ഓൾമോസ്റ്റ് 51 ആണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയാം. അതുപോലെ കർണാടകയിലേക്ക് പോകുകയാണെങ്കിൽ അതിനേക്കാളും കുറവാണ്, നമുക്ക് ഒരു 45 ഏറ്റവും ഹയസ്റ്റ് സ്കോർ വന്നിട്ടുള്ളത് എന്ന് പറയാം. ഓക്കെ, ബട്ട് സ്റ്റിൽ അവിടെ എഴുതുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ 60 എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ചെയ്ത് പോകാൻ നോക്കുക. അപ്പൊ നമുക്ക് അവിടെ വളരെ സേഫ് ആയിട്ട് തന്നെ അത് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമ്മുടെ ഒരു കട്ട് ഓഫിന്റെ അനലൈസിസ്, സോ ദാറ്റ് നമുക്ക് എക്സാമിൽ ചെന്ന് ഏകദേശം എത്ര എഴുതണം. നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വെച്ച് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, കഴിഞ്ഞ 2021 തൊട്ട് 24 വരെയുള്ള കട്ട് ഓഫ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടുത്തെ ഏറ്റവും ഹയസ്റ്റും എടുത്ത് അതിന്റെയും മുകളിലുള്ള ഒരു സ്കോർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് 60 എന്ന് പറയുന്നത് 8-ൽ 60 എന്ന് പറയുന്നത് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയുള്ള ദിവസം, ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, പക്ഷേ ഇനിയുള്ള ദിവസം നമ്മൾ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഒന്ന് പ്രാക്ടീസ് കൂടി ആയി കഴിയുമ്പോൾ എക്സാമിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇന്ന് തൊട്ട് മോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 80-ൽ 80 എന്നൊരു ആംഗിൾ മാറ്റി വെച്ചതിന് ശേഷം 80-ൽ 60 എഴുതണം. പക്ഷെ അത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടല്ല, നമ്മളതിനെ വളരെ എന്താ പറയുക, ഒരുപാട് റിലാക്സ്ഡ് ആയിട്ട് ഓക്കെ 30 മാത്രം മതി എന്നൊരു ആംഗിളിൽ കീപ്പ് ചെയ്യുന്നതിന് പകരം വളരെ നോർമൽ ആയിട്ട് 30 എഴുതുക. അതിനുശേഷം എക്സ്ട്രാ ഉള്ള ടൈമിൽ എക്സ്ട്രാ ഒരു 3 to 4 ക്വസ്റ്റൻസ് കൂടി ചെയ്യാൻ നോക്കുക. അതേപോലെ ഓരോ സെക്ഷനിലും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് 60+ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ളതായി, പിന്നെ ഒരു 65 to 66 എന്നൊരു സ്കോറിലേക്ക് എത്തിക്കാനും പറ്റും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയാ സ്കോർ കൂട്ടാനും സാധിച്ചു എന്നൊരു ആംഗിളിലേക്ക് നിങ്ങൾക്ക് ആ ഒരു സ്കോഴ്സിനെ എത്തിക്കാനും വളരെ സമാധാനത്തോടെ നിങ്ങൾക്ക് എക്സാമിൽ പോകാനും നല്ലപോലെ എഴുതാൻ നിങ്ങളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കാര്യം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അത് നമ്മൾ എക്സാമിൽ പോയിട്ടല്ല ട്രൈ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ഐഡിയ കിട്ടും, എക്സാമിൽ ചെന്ന് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ലാസ്റ്റിൽ കട്ട് ഓഫ് 53 ആണെന്ന് പറഞ്ഞു. നമുക്ക് ലാസ്റ്റ് ഇയറിന്റെ എക്സാമിന്റെ അനലൈസിസ് പെട്ടെന്നൊന്ന് നോക്കി കഴിഞ്ഞാൽ, നമ്മുടെ ലാസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പോയപ്പോൾ ഒരു ഓവറോൾ എല്ലാ ഷിഫ്റ്റ് കൂടി നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 8 ഷിഫ്റ്റ് ആയിരുന്നു മൊത്തം IBPS RRB പിയുടെ എക്സാം നടന്നത്. ഐ തിങ്ക് 8 ഷിഫ്റ്റിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് 6 തൊട്ട് 8 ഷിഫ്റ്റിലായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് അവിടുത്തെ ഒരു ഓവറോൾ ആവറേജ് അറ്റംപ്റ്റ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ റീസണിംഗ് ആണെങ്കിൽ ഒരു 28 to 35 ആയിരുന്നു ഒരു ആവറേജ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 30 എന്നൊരു സ്കോർ എന്തായാലും നേടാൻ പറ്റും. അവിടെ ഒരു 30 to 33 അതിന്റെ നടുക്കുള്ള ആ 28 to 35ന്റെ ഇടയ്ക്കും ഒരു ഇടയ്ക്കുള്ള നമ്പർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വരെ കൊണ്ടുപോകാം, എന്തായാലും 30 തൊട്ട് 33 ഔട്ട് ഓഫ് 40 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്തായാലും കൊണ്ടുപോകാൻ പറ്റും അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നവർക്ക്. ഇനി ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിലേക്ക് വന്ന അവിടുത്തെ ഈ പറയുന്ന റേഞ്ച് കുറച്ചുകൂടി വൈഡ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സമയം കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും പല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തെന്ന് പറയേണ്ടി വരും. അവിടുത്തെ ഒരു ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ 23 to 32 ആയിരുന്നു. അപ്പൊ 23 to 32 എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അവിടെയും അഗൈൻ ഒരു ഇൻ ബിറ്റ്വീൻ നമ്പർ പിടിക്കുകയാണെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടി വൈഡ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. ഒരു 25 to 30 ഔട്ട് ഓഫ് 40 എന്നൊരു ആംഗിൾ നമുക്ക് അവിടെ കീപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വെച്ചൊന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും മിനിമം മാർക്ക് എടുത്താലും 28ഉം 23 എടുത്താൽ പോലും നമുക്കത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്, 51 വരുന്നുണ്ട്. ആൻഡ് കട്ട് ഓഫ് എത്ര ആയിരുന്നു, 53 ആയിരുന്നു.
നോക്കിയപ്പോൾ അവിടുത്തെ ഏറ്റവും മിനിമം അറ്റംപ്റ്റ് പിടിച്ചാൽ പോലും നമുക്ക് എവിടെ എത്താൻ പറ്റുന്നുണ്ട്, ഈ കട്ട് ഓഫിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളിപ്പം പറഞ്ഞ സ്കോർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്ലിയർലി കാണാം. ആ 13-25 ആഡ് ചെയ്ത 55ഉം ആ 13-33 ആഡ് ചെയ്ത നമുക്ക് 63. നമ്മൾ പറഞ്ഞൊരു നമ്പറിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന നമ്പേഴ്സ് ആയിരുന്നു കഴിഞ്ഞ വട്ടത്തൊരു നമ്പേഴ്സ്. അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൂടി നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഇവിടുത്തെ IPS RRB പിയുടെ ഒരു ദിവസം 4 ഷിഫ്റ്റ് വെച്ചായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ എക്സാം നടന്ന 3rd ഓഗസ്റ്റ് ആൻഡ് 4th ഓഗസ്റ്റ് ആണ് നമ്മുടെ എക്സാം നടന്നത്. അപ്പോൾ ഇവിടെ ഓരോ ഷിഫ്റ്റിലെയും നിങ്ങൾ ആ സ്കോർ പെട്ടെന്ന് ഓടിച്ചു പോയി. റീസണിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 30-32, 30-35, 35-39, 32-35. അപ്പോൾ പല ഷിഫ്റ്റിലും നമുക്കറിയാം ചിലത് എളുപ്പമായിരിക്കും, ചിലത് പാടായിരിക്കും. പക്ഷെ അവിടെ മിക്ക ആ ഒരു എന്താ പറയാ ഷിഫ്റ്റുകളിലും നമ്മുടെ ആ ഒരു നമ്പേഴ്സ് എവിടെ വരെ പോയിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ 30-35 ഇടയ്ക്ക് പോയിട്ടുണ്ട്. ഓക്കെ, മിക്ക ഇതിലും. അപ്പൊ അത്രയും ഒരു ഔട്ട് ഓഫ് 40 30-35 എന്തായാലും റീസണിംഗ് എഴുതാൻ പറ്റും. മിക്കവാറും ബാങ്ക് എക്സാംസ് എഴുതുന്ന സുഹൃത്തുക്കളും റീസണിംഗ് ആണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും കുറച്ചുകൂടി എളുപ്പമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 30-35 എന്തായാലും 40 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ക്വാണ്ടിറ്റി ആപ്റ്റിലേക്ക് വന്നേ 24-25, 23-26, 15-20. അപ്പൊ ആ 3rd ഷിഫ്റ്റ് നമുക്ക് മാത്സ് കുറച്ച് പാടായിരുന്നു. പിന്നെ 21-23. അപ്പൊ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു 23-25 എന്നൊരു നമ്പറാണ് അവിടെയും നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് ആണ് കഴിഞ്ഞ വട്ടം സംഭവിച്ചത്. ഇത് നമ്മുടെ ഓഗസ്റ്റ് 3rd. ഇനി ഓഗസ്റ്റ് 4th കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഓഗസ്റ്റ് 4th നോക്കിയേ 26-31. നമ്മുടെ ഈ പറയുന്ന റീസണിംഗ് എടുക്കുകയാണെങ്കിൽ 26-31, 29-33, 27-32, 30-35. അഗൈൻ ഏകദേശം ആ നമ്പേഴ്സ് തന്നെ, പക്ഷെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു കമ്പയർ ടു ഫസ്റ്റ് ഡേ. ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റിയിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പമായി കമ്പയർ ടു ഫസ്റ്റ് ഡേ. റീസണിംഗ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടായി, നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി കുറച്ചുകൂടി എളുപ്പമായി. എന്നാൽ നമ്പേഴ്സ് കുറച്ചുകൂടി ബെറ്റർ നമ്പേഴ്സ് 27-32, 30-34, 26-31, 29-33. ഇപ്പൊ നേരത്തെ 23-25 ആയിരുന്നെങ്കിൽ ഇവിടെ അതെല്ലാം തന്നെ ഒരു 27-33 റേഞ്ചിലേക്ക് വന്നു. അപ്പോൾ ഒന്ന് എളുപ്പമായപ്പോൾ മറ്റേത് പാടായി എന്നൊരു ആംഗിളിൽ. പക്ഷെ സ്റ്റിൽ നിങ്ങൾ അവിടുത്തെ ആ ഓവറോൾ കട്ട് ഓഫ് ഓവറോൾ ഒരു അറ്റംപ്റ്റ് ഒക്കെ ഒന്ന് ചുമ്മാ നോക്കിക്കേ. 56-58, 55-60, 55-60, 52-56, 52-59, 55-62, 53-58, 58-65. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നമ്പേഴ്സ് ഒക്കെ തന്നെ നമുക്ക് ഇതിൽ വളരെ റയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ നമ്പേഴ്സ് എവിടെ ക്രോസ് ചെയ്തിട്ടുള്ളൂ, 60 ക്രോസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും, ഈ പറഞ്ഞ 80ലേക്ക് പുഷ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് പലർക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കറക്റ്റ് അറ്റംപ്റ്റിൽ എത്രത്തോളം അറ്റംപ്റ്റ് ചെയ്തു എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 55-58 എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളും എക്സാമിൽ ചെന്ന് ഈ 80 എന്നുള്ളൊരു പുഷ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാൻ കുറച്ചുകൂടി ട്രൈ ചെയ്താൽ മതി. ഈ ഒരു എന്താ പറയാ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു 55-60 അല്ലെങ്കിൽ ഒരു 60 എന്നുള്ളത് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയാൽ, ബിക്കോസ് ഇവിടെ മിക്ക ഇതിലും നമുക്ക് കാണാൻ പറ്റിയ ഒരു 55-60 ആണ് പോയേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 60 എന്നുള്ളത് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ അതിന്റെ എക്സ്ട്രാ ചെയ്യുന്ന എല്ലാം ബോണസ് ആണ് എന്നൊരു ആംഗിളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊന്ന് മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എക്സാമിൽ ആ ഒരു നമ്പേഴ്സ് നിങ്ങൾ നോക്കുക. അപ്പൊ ഞാൻ എക്സാക്ട് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്, ചുമ്മാ ഒരു സ്കോർ വെച്ചല്ല പറഞ്ഞേക്കുന്നത്, ചുമ്മാ ഒരു ഈ നമ്പർ അല്ല പറഞ്ഞത്. എക്സാക്ട്ലി കഴിഞ്ഞവട്ടം നടന്ന ആ ഒരു എക്സാമിന്റെ മൊത്തം അനലൈസിസും അത് ഷോർട്ട് ആയിട്ട് വെച്ചുകൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് കട്ട് ഓഫ് കൂടി വെച്ചാണ് പറഞ്ഞേക്കുന്നത്. സോ നിങ്ങൾ ക്ലിയർ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഇനി മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമുക്ക് മൊത്തം 40 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഈ 40 ക്വസ്റ്റ്യനിലെ 25 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആ 40-ല് 25 ക്വസ്റ്റ്യൻ. അപ്പൊ 40-ല് 25 ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഓൾറെഡി നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ദാറ്റ് മാത്സിലേക്ക് വരുമ്പോൾ, ക്വാണ്ടിറ്റി ആപ്റ്റിലേക്ക് വരുമ്പോൾ ബാങ്ക് എക്സാംസിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ എവിടെ നിന്നാണെന്ന് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ PO എക്സാം ആയതുകൊണ്ട് നമുക്ക് അപ്രോക്സിമേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്രോക്സിമേഷനിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരിക്കും. ഇനി അതിനുശേഷം നമുക്ക് അടുത്തത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വാലിറ്റി ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ നമ്പർ സീരീസ്. ഈ രണ്ടിലെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൂന്നാമത്തത് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ. ഇവിടെ നിന്ന് നമുക്ക് 3 സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, 3 സെറ്റ് എന്ന് പറഞ്ഞാൽ 15 ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 3 ഏരിയയിൽ നിന്നാണ് നമുക്ക് 25 ക്വസ്റ്റ്യൻ കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈ 3 ഏരിയയെ കുറിച്ച് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ ചെയ്യേണ്ട ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യണം, ഈ DI ഒക്കെ ഏറ്റവും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. അത് പഠിക്കാൻ വേണ്ടിയല്ല, അവിടുത്തെ ടൈം ഫാക്ടർ ലൈക്ക് നമുക്കത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ ആ ഒരു ടൈം നമ്മളൊന്ന് ശരിയാക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം നല്ലൊരു പ്രാക്ടീസ് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ നല്ലപോലെ ശ്രമിക്കണം. അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യാൻ 2 മിനിറ്റ് ആയിരിക്കണം എക്സാമിൽ ചെല്ലുമ്പോൾ എടുക്കേണ്ടത്. നമ്മൾ ഇത് ചെയ്യാൻ ഒരു 2 മിനിറ്റ് ആയിരിക്കണം
ആയിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ചെയ്യാൻ 3 മിനിറ്റ് ആണ് എടുക്കേണ്ടത്. ആൻഡ് അങ്ങനെ 3 സെറ്റ് വരുമ്പോഴത്തേന് നമുക്ക് മൊത്തം എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു 9 മിനിറ്റിൽ നമുക്ക് തീർക്കാൻ പറ്റണം. ഒരു 9 മിനിറ്റ്സ് മാക്സിമം. ഓക്കെ, അതിൽ നമുക്ക് അത് തീർക്കാൻ പറ്റണം. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ അവിടെ ഈ പറയുന്ന ടോപ്പിക്സിനെ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോറിംഗ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 40-25 ക്വസ്റ്റിനും എന്ന് നമുക്ക് പറയാം. ഞാൻ 5/8 ഓൾമോസ്റ്റ് 62.5% ഇത് മാത്രമാണ് കവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പേഴ്സ് എത്രയായിരുന്നു? ഒരു 30 അല്ലെ നമ്മൾ പറഞ്ഞ നമ്പർ. ആ 30-ൽ 25 ക്വസ്റ്റൻസ് ഈ 3 ടോപ്പിക് അല്ലെങ്കിൽ ഈ 4 ഏരിയയിൽ നിന്ന് മാത്രം കിട്ടുന്നല്ലേ. ഈ 4 ഏരിയ തന്നെ ഏറ്റവും നല്ലപോലെ അങ്ങ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നമ്പേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അവിടെയും നമ്മൾ ഈ പറഞ്ഞ DI എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഉറപ്പാണ് ഒരു കേസ് ലെറ്റ് ക്വസ്റ്റൻ എന്തായാലും കാണും. ഓക്കെ, ഒരു കേസ് ലെറ്റ് കൂടാതെ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പൈയോ ടേബിളോ കാണും. ആൻഡ് മിക്കവാറും നമുക്ക് ഒരു ലൈനോ ബാറോ ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. 3 എണ്ണം വരുന്നതിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും മിക്കവാറും അത് കിട്ടാൻ പോകുന്നത്. ഒരു കേസ് ലെറ്റ് എന്തായാലും കാണും. പിന്നെ ഒരെണ്ണം പൈയോ ടേബിളോ ആയിരിക്കും. ഇനി ബാക്കിയുള്ള 2 എണ്ണം ഒരെണ്ണം പൈയോ ഒരെണ്ണം ടേബിളോ വന്നാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരെണ്ണം പൈയും ടേബിളും ആയിരിക്കും, ഒരെണ്ണം ലൈനും ബാറും ആയിരിക്കും. അങ്ങനെ ആയിരിക്കും മിക്കവാറും നമുക്ക് വരാൻ പോകുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇതിന് ശേഷം ഇനി എത്ര ക്വസ്റ്റൻ ഉണ്ട്? ഒരു 15 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് നമുക്ക് ബാക്കിയുള്ള 40 ക്വസ്റ്റനിൽ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ അരിത്തമാറ്റിക് ടോപ്പിക്സ് ആയിരിക്കും. നമ്മൾ ബാക്കിയുള്ള പഠിക്കുന്ന അരിത്തമാറ്റിക് ചാപ്റ്റേഴ്സ്. ഇനി ആ അരിത്തമാറ്റിക് ചാപ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും നമുക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് പെർസെൻറ്റേജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. റേഷ്യോയുടെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. നമുക്ക് ഏജസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. അതുപോലെ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. പാർട്ട്ണർഷിപ്പ്, അതിനുശേഷം നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്തായാലും കാണും. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഈ ടോപ്പിക്സിനെ ഉറപ്പായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും നമ്മൾ ഈ എഴുതുന്ന ടോപ്പിക് എന്തായാലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കണം. എന്നിട്ടേ ബാക്കി ടോപ്പിക്സിലേക്ക് പോവാം. ഏരിയ ആൻഡ് വോളിയം. അപ്പൊ ഇത് എന്തായാലും കാണും. ഈ 6 ടോപ്പിക്ക് എന്തായാലും നമുക്ക് കാണും, ഒരു ഡൗട്ടും ഇല്ല. ആൻഡ് ഇവിടുന്ന് തന്നെ നമുക്ക് 6 ക്വസ്റ്റൻ എന്തായാലും കിട്ടും, ഉറപ്പാണ്. ആൻഡ് അത് മേ ബി മാക്സിമം എവിടെ വരെ പോകാൻ സാധ്യതയുണ്ട്? ഒരു 9 ക്വസ്റ്റൻ വരെ പോകാനും സാധ്യതയുണ്ട്. 6 ക്വസ്റ്റൻ എന്തായാലും കിട്ടും, ഒരു ഡൗട്ടും ഇല്ല. ചിലപ്പോൾ അത് 7 ആവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ 8 ആവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒരു 9 വരെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇമ്പോർട്ടന്റ് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ കണ്ട 4 ടോപ്പിക്കിന് 25 ക്വസ്റ്റനും ഈ 6 ക്വസ്റ്റൻ കൂടി എഴുതിയാൽ തന്നെ അത് 31 ആയി. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടാർഗറ്റ് ഇല്ലേ, 30 എന്നൊരു ടാർഗറ്റ്, ആ 31 എന്നൊരു പോയിന്റിലേക്ക് നമുക്ക് ഇത് വെച്ച് മാത്രം എത്താൻ പറ്റും. അതായത് നമുക്ക് പഠിക്കാനുള്ള 10-24 ചാപ്റ്ററിൽ വെറും ഈ പറഞ്ഞ 10 ചാപ്റ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഈ പറഞ്ഞ 6, അത് മാത്രം കൊണ്ട് നമുക്ക് എവിടെ എത്തിക്കാൻ പറ്റും? 30 എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക് എത്തിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ളത് കൂടി എങ്ങനെയാ വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് നമ്മുടെ ടൈം ആൻഡ് വർക്ക്, അതുപോലെ തന്നെ പൈപ്സ് ആൻഡ് സിസ്റ്റം, ഈ ടോപ്പിക്സ്. ഈ ടോപ്പിക് പൈപ്സ് ആൻഡ് സിസ്റ്റം, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് കൂടുതലും പൈപ്സ് ആൻഡ് സിസ്റ്റം ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടും, ഉറപ്പാണ്. 2 ക്വസ്റ്റ്യൻ വരെ പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ RRB PO ആയതുകൊണ്ട് RRBയുടെ എക്സാംസിൽ നമുക്ക് മാത്സിന്റെ ക്വസ്റ്റ്യൻസിന് എണ്ണം കൂടുതൽ ഉണ്ടായതുകൊണ്ട്, ഐ മീൻ സാധാരണ എക്സാമിൽ 35 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ 40 ക്വസ്റ്റ്യൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതുപോലെ നമ്മുടെ ട്രെയിന്, അതുപോലെ ബോട്ട്, ഈ ഒരു ചാപ്റ്റേഴ്സ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് ഈ 3 കൂടി ചേർത്ത് നമുക്ക് 2 ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഈ 2 ടോപ്പിക് കൂടി ചേർത്ത് നമുക്ക് അവിടുന്ന് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എണ്ണം കൂടുതലായതുകൊണ്ട് നമുക്ക് ആവറേജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ എന്തായാലും ചാൻസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒരു മിസ്ലീനിയസ് ആംഗിൾ പറയാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ 6, 7, 8, 9, 10, 11, നമ്മുടെ 15 ഒരു മിനിമം 11, ഏറ്റവും മിനിമം പറയുക, ഏറ്റവും മിനിമം 11 നമുക്ക് ഇവിടെ നിന്നായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ കുറച്ച് ടോപ്പിക്സ് നല്ലപോലെയും ചെയ്യുക. അതുപോലെ ബാക്കിയുള്ള ഏരിയാസിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത്, ഇപ്പൊ നിങ്ങൾ ചിലർക്ക് ടൈം അവർക്ക് എളുപ്പമായിരിക്കും, അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് ആ ഏരിയയിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നിങ്ങൾ അതിനെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ അല്ലേ? പിന്നെ ബാക്കിയുള്ള പെർമുറ്റേഷൻ, കോമ്പിനേഷൻ, പ്രോബബിലിറ്റി ഒക്കെ വളരെ റെയർ ആയിട്ട് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു ലാസ്റ്റ് സെക്കൻഡറി ആംഗിളിൽ മാത്രം കീപ്പ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ അതൊന്ന് പ്ലാൻ ചെയ്യുക. നിങ്ങൾ ഇത് ചെയ്യേണ്ട എപ്പോഴാണ്? നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അത് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയുള്ള ദിവസങ്ങളിൽ മോക്ക് ടെസ്റ്റ് ചെയ്ത് മാക്സിമം ഒരു ദിവസം 3 മോക്ക് ടെസ്റ്റും ചെയ്ത് നല്ല ഡീപ്പായിട്ട് റിവ്യൂയും ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ നമ്പേഴ്സ്, ഓക്കെ, നമ്മളത് എക്സാക്ട് നമ്പേഴ്സ് വെച്ചാണ് പറഞ്ഞേക്കുന്നത്. കഴിഞ്ഞ വർഷത്തെയും അല്ലാത്ത എല്ലാ നമ്പേഴ്സ് വെച്ചാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ആ നമ്പേഴ്സിലേക്ക് റീച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് എക്സാമിൽ പോയി നല്ലപോലെ എക്സാംസ് എഴുതാൻ പറ്റട്ടെ ഞാൻ നിങ്ങൾ എല്ലാവരും വിഷ് ചെയ്യുന്നു. ആൻഡ് ആദ്യമായിട്ടേക്ക് പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എൻട്രിയിൽ നമുക്ക് ഇതിനൊക്കെ വേണ്ടി ബാങ്കിന്റെ എക്സാംസിനൊക്കെ വേണ്ടി ബാച്ചസ് ഉണ്ട്.
ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് 7736122215 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ എക്സാംസ് ഒക്കെ കഴിയുമ്പം അതിന്റെ ഒരു എക്സാം അനലൈസിസും എക്സാം റിവ്യൂവും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.